എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്. ടൈൽ മത്സരത്തിന് അംഗം കുറിക്കുന്നതിന് മുമ്പുള്ള തുറക്കട ഹെഡ് ഫസ്റ്റ് കിഴി. ഓക്കെ, എന്താടാ ഒന്നുമില്ല, പോന്നോട്ടെ. ടോസ് നഷ്ടപ്പെട്ടതിന്റെ ഭയങ്കര വിഷമായി. ഓക്കെ, ഗുണ്ടൂർക്കാരം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് റിയാക്ഷൻ ചെയ്തതാണ് സുഹൃത്തുക്കളെ. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടി. ഞങ്ങൾക്ക് ആ ടൈമിൽ അന്ന് വന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതെ, കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറേ ടൈം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ പോയതാണ്. അതെ, അതിനുശേഷം പിന്നെ 9:20 വന്നത്. 9:20 വന്നത്. അപ്പൊ അത്ര ടൈം ഇരുന്നിട്ട് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയതായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ചെയ്തപ്പം എന്നാ പിടിച്ച മക്കളെ കയ്യോടെ തന്നു. പിറ്റേ ദിവസം ചെയ്ത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ്, ഞങ്ങൾക്ക് മാത്രം കിട്ടിയതാണ്. എന്തായാലും കോപ്പിറൈറ്റ് കിട്ടി. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഗുണ്ടൂർക്കാരൻ സിനിമയുടെ ട്രെയിലറിന്റെ റിയാക്ഷൻ ഇല്ലാത്തത്. അല്ലാതെ നമുക്ക് വിജയിനോട് പ്രത്യേക താല്പര്യം തോന്നി. വിജയും മഹേഷ് ബാബുവും തമ്മിൽ ഭയങ്കര എതിരാളികളായി കണ്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് വിജയെ പുകഴ്ത്താൻ വേണ്ടി ഇവർക്ക് പ്രത്യേക അജണ്ട ഉണ്ട്, അതുകൊണ്ടാണ് ഗുണ്ടൂർക്കാരത്തിന്റെ ട്രെയിലർ ചെയ്യാതെ മാറ്റി വെക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഒരിക്കലും അങ്ങനല്ല. ഞങ്ങൾ അത്ര ത്രില്ലിലായിരുന്നു. കാരണം നമുക്ക് എന്നും ഇതുപോലെ ഓരോന്ന് കിട്ടുമ്പോഴാണ് നമ്മുടെ കഞ്ഞുകൂടിയേ അതും കൂടി നടന്നു പോകുന്നത്. സംഭവം ഞങ്ങള് കാരണം 4:30 വരും എന്നുള്ളൊരു ചെറിയൊരു റൂമർ കേട്ടിട്ട് 4:30 മുതൽ ഞങ്ങൾ ഇരുന്നതാണ്. 7 മണി വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ടൈം 9 മണി കഴിയും എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് പിന്നെ നാളെ ചെയ്യാന്ന് പറഞ്ഞു തീരുമാനത്തിലെത്തിയത്. എന്തായാലും കിഴി എപ്പിസോഡിലെ ഈ കിഴിയിലെ അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കൊടുത്തത് ഇൻട്രോ ആണ് മാത്രമാണ്. അടിപൊളി. ഓക്കെ, 24 മണിക്കൂറിൽ 39 മില്യൺ വ്യൂസ് ആണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് 24 മണിക്കൂർ കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതായത് റെക്കോർഡാണ്. സൗത്ത് ഇന്ത്യൻ ഫിലിംസിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ട്രെയിലർ ഗുണ്ടൂർക്കാരായിട്ടുണ്ട്. അതായത് സലാറിന്റെ തെലുങ്ക് വേർഷനെ മറികടന്നിട്ടുണ്ട്. മഹേഷ് ബാബു അല്ലേ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് സുമ്മാവാ. പിന്നെ വേറെ കാര്യം, ഇന്നലത്തെ കിഴി എപ്പിസോഡ്, ഇന്നലെല്ലാം മിനിഞ്ഞാന്നിട്ട കിഴി എപ്പിസോഡിൽ നമ്മൾ SS രാജമൗലിന്റെ കൂടെയുള്ള മഹേഷ് ബാബുവിന്റെ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷ് ബാബുവിനെ ഊറ്റിയെടുക്കുന്നത്. അത് മഹേഷ് ബാബുവിനെ കളിയാക്കിയതല്ല. അത് ആര് പറഞ്ഞതാണെന്നറിയോ? ജൂനിയർ NTR പറഞ്ഞതാണ്. ആരോട്? മഹേഷ് ബാബുവിനോട്. അല്ല, ഞാന് കമന്റ് വായിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, എപ്പോഴാണ് മഹേഷ് ബാബുവിനെ കുറ്റം പറഞ്ഞത്? ഞാൻ കമന്റുകൾ ഇങ്ങനെ കാണുന്നു. നീക്ക് എന്തുണ്ടേ അറിഞ്ഞിട്ടാണ് പറയുന്നത് മഹേഷ് ബാബു ആരാണ്, 2 ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ആളാണ്. ഒരിക്കലും മഹേഷ് ബാബു അഭിനയിക്കുന്നില്ല, അല്ലെങ്കിൽ മഹേഷ് ബാബുവിന്റെ അഭിനയം മോശമാണെന്നല്ല പറഞ്ഞത്. ഈ സംഭവം പറഞ്ഞ ആൾക്കാരെ പറഞ്ഞുതരാം. ബാഹുബലിയില് പ്രഭാസ്, അതേപോലെ തന്നെ നമ്മുടെ അതായത് RRR സിനിമയുടെ പ്രചാരണാർത്ഥം ഇവരൊരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആങ്കറിങ് ചെയ്യുന്നത് നമ്മുടെ അതായത് ഈ കോടീശ്വരൻ പോലെ മഹേഷ് ബാബു ആയിരുന്നു. അപ്പൊ മഹേഷ് ബാബുവിന്റെ അടുത്ത സിനിമ രാജമൗലിന്റെ കൂടെയാണ്. നന്നായിട്ട് കിട്ടിക്കോളൂ, ഊറ്റിക്കോളൂ എന്ന് പറഞ്ഞത്. അതാ പറഞ്ഞത്, അതാണ് നമ്മളും പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം പൊട്ടൻഷ്യല് ഊറ്റിയെടുക്കും. തീർച്ചയായിട്ടും എല്ലാരും പറഞ്ഞ കാര്യം തന്നെയാണ്. NTR പറഞ്ഞു, നമ്മുടെ രാം ചരൺ പറഞ്ഞിട്ടുണ്ട്, പ്രഭാസ് പറഞ്ഞിട്ടുണ്ട്, റാണ ദഗ്ബുദി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അഭിനയിച്ച സിനിമകളുടെ അവസ്ഥ അവർക്കറിയാം. നന്നായിട്ട് ഒരു വർഷത്തിലേറെ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് അതിൻ്റെതായ പൊട്ടൻഷ്യൽ മൊത്തം കൊടുക്കണം. അത് നമ്മൾ വിമർശനമായി തോന്നിയത് എന്തുകൊണ്ടാന്നുള്ളത് അറിഞ്ഞുകൂടട്ടോ. അത് ചിലപ്പം നമ്മൾ പറയുന്ന കേട്ടപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കണ്ടിട്ട് അങ്ങനെ തോന്നിയതാണെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഒരിക്കലും മഹേഷ് ബാബു ഒരു നടനല്ല എന്ന് കരുതിയിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. മഹേഷ് ബാബുവിനെ ഉരുക്കി എടുക്കും എന്നാണ് പറഞ്ഞത് രാജമൗലി. എന്താണെങ്കിലും അടുത്ത കീഴിലേക്ക് പോവാം. മഹേഷ് ബാബു പിന്നെന്താ, തീർച്ചയായിട്ടും ഡങ്കി സിനിമയുടെ കളക്ഷൻ 444 കോടി ആയിട്ടുണ്ട്. എന്താ പറയാ, ഒരു വർഷം 13,000 കോടി അങ്ങ് തൂക്കിയെടുത്ത്. അത് ഇതെല്ലാം മറ്റേ ഇവര് തന്നെ റെഡ് ചില്ലീസ് തന്നെയാണോ? അല്ലല്ലോ, റെഡ് ചില്ലീസ് തന്നെയാണോ അല്ലേ? അടുത്ത കിഴി പോന്നോട്ടെ. കൽക്കി 2898 AD സിനിമയുടെ ന്യൂ റിലീസ് ഡേറ്റ്
ഈ വീക്കിൽ പുതിയതായിട്ടുള്ള അനൗൺസ്മെന്റ് വരുന്നുള്ളതാണ്. ഒരു ഗ്ലിംസ് വീഡിയോ ആയിരിക്കും വരിക കേട്ടോ. മിക്കവാറും ഇത് പൊങ്കൽ പ്രമാണിച്ചിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. വരട്ടെ. എന്തായാലും ഒരു ഗ്ലിംസ് വീഡിയോ പോലെ വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പം നമുക്ക് പ്രഭാസിൻ്റെ ഒരു പുതിയ വിഷ്വൽ കിട്ടും. തീർച്ചയായിട്ടും. ദുൽഖർ ഉണ്ടാവുമോ? അതാണ് നമ്മുടെ മലയാളികളുടെ ചോദ്യം. അടുത്തത് SJ സൂര്യ നെക്സ്റ്റ്. ഓക്കെ. ബാക്കിരാജ് കണ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ റെമോ സുൽത്താൻ. 2 സിനിമകൾക്ക് ശേഷം SJ സൂര്യ, അതായത് ലീഡ് റോൾ ചെയ്യുന്ന SJ സൂര്യ ആയിരിക്കും എന്നാണ് കേട്ടോ കേൾക്കുന്നത്. ഒരു കോമഡി ജോണർ സിനിമയാണെന്നാണ് ആയിരിക്കും. ഓക്കെ. അടുത്ത കിഴി. അപ്പോൾ പ്രതീക്ഷ ഉള്ളതും എന്തായാലും കോമഡി കളി ചെയ്താൽ എന്ത് രസമാണോ. അല്ലാതെ തന്നെ വന്നിട്ട് കോമഡി കാണിക്കുമ്പോൾ തന്നെ ചിരിച്ചു ചാവും. അതെ. ഇനി കോമഡി സിനിമയിൽ എന്തായിരിക്കും അവസ്ഥ? മുറ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് മുസ്തഫ കപ്പേള സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് ലീഡ് റോള്. മാലാ പാർവതി, കനി കുസൃതി ഇവരൊക്കെ പ്രധാന വേഷത്തിലുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഗംഭീര പോസ്റ്റർ. സംഭവം മുകളിൽ നിൽക്കുന്നത് പട്ടികളാണ്. അറിഞ്ഞൂടാ, പട്ടികളാണോ മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു വ്യത്യസ്ത ഐറ്റാണ്. അടുത്തത് ദേവര സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ടി സീരീസ് സ്വന്തമാക്കിയിട്ടുണ്ട്. 33 കോടിക്ക് കേട്ടോ. ഏറ്റവും വലിയ വിലക്കാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് കേട്ടോ. ഇതുവരെ ആ ഒരു റേറ്റിന് ഓഡിയോ റൈറ്റ്സ് പോയിട്ടില്ല. 33 കോടി ടി സീരീസ്. ഇതിന്റെ വേറെ ലെവൽ ഐറ്റം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവര് കണ്ടിട്ടുണ്ടാവും, അല്ലെ അവര് കേട്ടിട്ടുണ്ടാവും. ഹിറ്റാവാൻ പോണ സാധനങ്ങൾ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അവരത് എടുത്തത്. അതെ. എന്തായാലും ഇതിന്റെ ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ആ ഒരു സോങ് നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ രസമുണ്ട് അല്ലേ. ഓക്കെ. അടുത്ത കിഴി തലൈവർ 172. പുറത്തു വരുന്ന ന്യൂസ് പ്രകാരം മാരി സെൽവരാജ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നതാണ്. 7 സ്ക്രീൻ സ്റ്റുഡിയോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യട്ടെ. മാരി സെൽവരാജ് ലൈനപ്പാണ്, വേറെ ഭീകരം. ജയിലറിന് കിട്ടിയ ഒരു വൈബ് ഉണ്ടല്ലോ. ഏതൊക്കെ ഇപ്പം TJ ജ്ഞാനവേല്, ലോകേഷ്, ഇപ്പം മാരി സെൽവരാജ് എവിടെ പോണാവോ, എല്ലാം ഭീകരം. അടുത്തത് കങ്കുവ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. അതായത് പൊങ്കലാണ് വരുന്നത്. പൊങ്കൽ പ്രമാണിച്ച് ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ ഒരു 2 ദിവസത്തെ പാച്ച് വർക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2 ദിവസം സൂര്യയുടെ, പിന്നെ മറ്റുള്ളവരുടെ ഉൾപ്പെടുന്നുള്ള, അതായത് സൂര്യ അല്ലാതെ മറ്റുള്ളവരുടേത് ഉൾപ്പെട്ടിട്ടുള്ള പാച്ച് വർക്ക് ഈ മാസം അവസാനത്തോടെ. ഒരു കാര്യം കൂടി പറയണ്ടേ, അതായത് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരുന്നത് പ്രസന്റ് ലുക്കിലുള്ള സെക്കൻഡ് ലുക്ക് ആയിരിക്കും എന്നാണ് കേട്ടോ. കിടങ്ങിയില്ലെങ്കിൽ കിടക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത കിഴി ടെർബോ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില് വന്നിട്ടുണ്ട്. സംഭവം കുംഫുക്കാരുടെ കൂടെ ആക്ഷനൊക്കെ കാണിക്കുകയും ചെയ്തു. ആക്ഷൻ കാണിച്ചാൽ തന്നെ എന്താ അറിഞ്ഞൂടാ, കുംഫു ആണോ കരാട്ടെ ആണോ എന്താണ്, കൊള്ളാം. ഫ്യൂഷൻ ആണ്, പുതിയ ഐറ്റം, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള. സംഭവം എന്തായാലും വാളൊക്കെ ഉണ്ടല്ലോ മുന്നിൽ നിൽക്കുന്നത്, അതൊക്കെ യൂസ് ചെയ്യായിരിക്കുമല്ലേ. അവസാനം വാളാവാതിരുന്നാ മതി, കത്തി ആവരുത്. വാളല്ല, കൊടുവാളാവരുത്. വാളായിക്കോട്ടെ, കൊടുവാളാവരുത്. ചുമ്മാ പറഞ്ഞ കേട്ടോ. പക്ഷെ ഇതൊക്കെ കാണുമ്പം ഉള്ളിലൊരു പേടിയില്ലാതെ ടെൻഷനുണ്ട് ഒരേ സമയം. സത്യം. ഇങ്ങനത്തേക്കുള്ള ഒരു ആക്ഷൻ ചെയ്യുമ്പോഴേ ഇപ്പൊ നമുക്ക് അറിയാം, പുലിമുരുകനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ടീംസിനെയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വരുന്നതിനകത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിഞ്ഞൂടല്ലോ. വളരെ മോശമാക്കി കളഞ്ഞായിരുന്നു. ചെയറിൽ കെട്ടിയിട്ട് ആ ചെയറടക്കം പൊന്തി പറന്നില്ലേ, അതൊക്കെ ആ ഒരു അവസ്ഥയിലൊക്കെ അയ്യോ അങ്ങനെ ആവുകയും. അടുത്തത് പേടിയുണ്ട്. ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ഷൂട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? എന്നാ സംഭവം കേരളത്തിലാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പോകുന്നുണ്ടോ ഒരു വിജയം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിൽ ഈ ഏലിയൻ വരുന്നുണ്ട്.
ഉണ്ടാവും, കേരളത്തിലുണ്ട്. അതെന്തൊക്കെ ഭൂമിയിലല്ലേ കേരളം, വേറെ എവിടെയെങ്കിലും ആണോ? ആണ്. ആ പിന്നെന്താ, ഭൂമിയിലേക്ക് വരുന്ന സാധനം പിന്നെ അതിന് കേരളം ഇന്ന സ്ഥലമൊന്നുമില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടാ, സംസാരിപ്പിച്ചോളാം. സംസാരിപ്പിച്ചോളാം. ഓക്കെ ഓക്കെ, അടുത്ത കിഴി. ഓക്കെ. ഓ, ലക്കി ഭാസ്കർ. ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമ, വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ജനുവരി 17 തുടങ്ങും. ജനുവരി 17. യെസ്. അധികം സമയമൊന്നുമില്ല കേട്ടോ, 8 ദിവസം ഉള്ളൂ. മലയാളത്തിൽ മാത്രം കിട്ടാൻ. ഞാനതാ പറയാൻ വന്നത്, എവിടെയൊക്കെ പോയി അവനേക്ക് എവിടെ പോയിട്ടെന്താ കാര്യം, മലയാളത്തിലൊന്നും ഇല്ലല്ലോ. നമുക്കില്ല ഒന്നും. അത് പറയാൻ വരുമായിരുന്നു. അല്ല, എന്താണെന്നറിയോ, ദുൽഖർ വളരെ മികച്ച സിനിമ ചെയ്തു പുറത്തു പോയിട്ട്. സത്യം, ഇവിടെ ഇല്ലാന്നുള്ളതല്ല കേട്ടോ. അതായത് കുറേ കാലമായിട്ടില്ലല്ലോ. സാലിയൂട്ട് വലിയ വിജയമായിരുന്നില്ല. പിന്നെ മാത്രമല്ല അതൊരു OTT സിനിമയായിരുന്നു. അതിനുശേഷം വന്ന സിനിമ കിങ് ഓഫ് കൊത്തി അല്ലേ. അതെ, പിന്നെ കുറുപ്പായിരുന്നു അതിന് മുന്നേ ഉള്ളത്. കുറുപ്പ് നല്ല സിനിമയായിരുന്നു, അത്ര ഹിറ്റുമായിരുന്നു. പക്ഷെ അത് വർഷങ്ങളായി. സത്യം. അതിനുശേഷം ആളില്ല. പിന്നെ സീതാരാമം വളരെ വലിയ വിജയം കിട്ടിയ സിനിമയാണ്. ആ സിനിമ ഇവിടെ വന്നപ്പോൾ എന്തായിട്ടുള്ളത്, അവിടെ നല്ല അഭിപ്രായം കിട്ടിയിട്ടും ഇവിടുത്തെ ജനങ്ങൾ പോയി കണ്ടോ? അത് തന്നെ, അതാണ് പ്രശ്നം. അതൊരു വിഷയമാണ്. മലയാള സിനിമയായിട്ട് തന്നെ കിട്ടിയാലേ കാര്യമുള്ളൂ. അടുത്തത് അയ്യർ ഇൻ അറേബ്യ. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും പിന്നെ ദുർഗാ കൃഷ്ണയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമ ഫെബ്രുവരി 2 കേട്ടോ റിലീസിനെത്തുന്നു. MA നിഷാദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റർ കാണിച്ചു കൊടുക്കടേ. പോസ്റ്റർ കാണിക്കുന്നുണ്ടോ? ശരി. ഓക്കെ, അടുത്ത കിഴി. വിഷ്ണു വിശാൽ നെക്സ്റ്റ് മൂവി. ഗോകുൽ ആളാണ് പുതിയ ഡയറക്ടർ കേട്ടോ. ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിഷ്ണു വിശാലിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി ഇത് നിർമ്മിക്കും. 10ാമത്തെ സിനിമ. വിഷ്ണു വിശാൽ 10. വിഷ്ണു വിശാൽ വീഡിയോസോ അങ്ങനെ എന്തോ ഇതിൻ്റെ പേര്. വിഷ്ണു വിശാൽ 10 ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനടക്കാം 10 അവിടെ മതി, അത് മതി. ജയിലർ 2, അതായത് തലൈവറുടെ 173ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നെൽസൺ. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സൺ TV. 2025 ഷൂട്ട് തുടങ്ങാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. കാരണം അതിന്റെ ഒരു സീക്വലിന്റെ ഡ്രാഫ്റ്റ് ഒരുക്കിയിട്ട് രജനീകാന്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പൊ 2025 വീണ്ടും മാത്യുവിനെയും നരസിംഹനെയും പിന്നെ നമ്മുടെ ജയിലറിനെയും കാണാം. പറ്റുമായിരിക്കും. മുത്തുവേൽ പാണ്ഡ്യൻ. യെസ്. വില്ലൻ വേറെ ആളെ കൊണ്ടുവരും, ഭീകരമായിട്ട് കൊണ്ടുവരണം കേട്ടോ. തീർച്ചയായിട്ടും. വേണമെങ്കിൽ വിനായകന്റെ മകനെ തന്നെ കൊണ്ടുവരും. അല്ല, യഷിനൊക്കെ കൊണ്ടുവന്നാലോ? അതിലൊന്നും കഥയില്ല. വലുതായിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ അല്ലെങ്കിൽ ഏത് എന്തിനെ കുറിച്ചാണ് എന്നുള്ളതിലേക്ക് പോകണം. അല്ല, അതായത് ഇപ്പൊ ഒരു ലോക്കൽ സെറ്റപ്പ് ഉള്ള വില്ലൻ. ലോക്കൽ സെറ്റപ്പോ? അല്ല, ആളുടെ അങ്ങനത്തെ ഒരു ലോക്കൽ ലുക്കിലുള്ള ക്യാരക്ടറിലുള്ള വില്ലൻ അല്ല, ലോക്കൽ സെറ്റപ്പ് തന്നെ. ആളുടെ സെറ്റപ്പ് മൊത്തം അങ്ങനെയാണ്. ആള് തന്നെ നേരിട്ട് വരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത്. ഹൈടെക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ, അതായത് പക്കാ ഗ്യാങ്സ്റ്റർ രീതിയിലേക്ക് അതിലേക്ക് മാറി കഴിഞ്ഞാൽ സിനിമേന്റെ വലിപ്പം പോയി. വലിപ്പം നല്ല സിനിമേന്റെ എഫക്റ്റ് പോകും. പക്ഷെ സിനിമ നമ്മള് ജയിലർ ഇനി അതാ പറയാൻ വന്നേ, നമ്മള് ജയിലർ കണ്ട് ആഘോഷിച്ചതിന് കാരണം തന്നെ വിനായകൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ ക്യാരക്ടറിനെ ചെയ്യുന്നുണ്ടെങ്കിലും ആളുടെ ചെയ്തു വെക്കുന്നതൊക്കെ ഭീകര സാധനമാണ്. അതാ പറഞ്ഞേ, അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് ഇവർ 3 പേരും വരുന്നത്. അത് അതിന് പകരം ഇവരെക്കാട്ടിലും വലിയൊരു ഹൈടെക് ഒരു വില്ലൻ വന്നാൽ ആ സിനിമേന്റെ ഒരു രസം ഉണ്ടാവുമല്ലോ. ഒരേപോലെ ആയിരിക്കില്ല, വേറെ രീതിയിൽ വേറെ എന്തെങ്കിലും കേസും കാര്യങ്ങളായിട്ട്. ഓൾറെഡി മൂപ്പർക്ക് അല്ലെങ്കിൽ തന്നെ ഇനി പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ജയിലിൽ കിടന്നപ്പോൾ അനുഭവിച്ച കുറെ പേരുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരുത്തരം കുരുപൊട്ടി വന്നാൽ മതിയല്ലോ അല്ലേ? അന്ന് കുറെ അനുഭവിച്ച ആൾക്കാരുണ്ട്. എന്തായാലും സംഭവം വേറെ ലെവല് തന്നെ ആയിരിക്കണം. ഇതിന്റെ 2ാം ഭാഗം വരുമ്പോ അതിന്റെ സ്കെയിൽ അങ്ങ് വലുതാവും എനിക്ക് തോന്നുന്നു. ഇപ്പം എന്തായാലും നെൽസൺ കിട്ടിയ ചാൻസ് വിട്ട് കളയില്ലായിരിക്കും. മാക്സിമം നല്ലൊരു സാധനം തന്നെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. 2ാം ഭാഗത്തിന് പറ്റിയ രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതൊരു സത്യം. 3 കഥാപാത്രങ്ങൾ ധാരാളമാണ്. ഇത് തന്നെ കൂടുതലാണ്. അതായത് 3 ഇൻഡസ്ട്രിയിൽ നിന്ന് 3 വലിയ താരങ്ങളല്ലേ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. ഇതിനേക്കാളും വലുത് എന്ത്?
പൊളിച്ചെടുക്കാം 2025. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. പക്ഷെ വർമ്മൻ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെയാണ് മിസ് ചെയ്യൂലേ. അതൊക്കെ ഒരു നഷ്ടം തന്നെയാ. അതൊക്കെ എന്താണ്, അതൊക്കെ ഓളം ഉണ്ടാക്കിയ ഓളം എന്തായിരുന്നു, വേറെ ലെവലായിരുന്നു.